The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to Business Studies class. I think all are doing well. Okay. കുറേ കാലങ്ങളായി നമ്മൾ ബിസിനസ് സ്റ്റഡീസ് നിർത്തിവെച്ചിട്ട് അല്ലേ, വീണ്ടും നമ്മൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്ലാസ് ഇന്ന് മുതൽ തുടങ്ങുകയാണ്. നമ്മൾ 3rd ലെസൺ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ 4th ലെസണിലോട്ടാണ് പോകുന്നത്. ഓക്കെ, 4th ലെസൺ, ദറ്റ് ഈസ് ദ 4th ലെസൺ, പ്ലാനിങ്. So we know that the management functions. Which are the management functions? That is planning, organizing, staffing, directing and controlling. These are the important functions of management, isn't it? In that, the first function is planning. നമ്മൾ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ഫങ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ആ പ്ലാനിങ് ആണ് നമ്മൾ പ്ലാനിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് പ്ലാനിങ് എന്ന് പറയുന്നത്? നമ്മുടെ എല്ലാ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒരു പെർട്ടിക്കുലറായിട്ടൊരു എയിം ഉണ്ടായിരിക്കും അല്ലേ? ആ എയിം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? മുൻകൂട്ടിയിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ചെയ്യണം, ആ എയിമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്ത് വെക്കാറുണ്ട്? കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഇങ്ങനെ മൈൻഡ് ആ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാറുണ്ട് അല്ലേ? ആ സംഭവം തന്നെയാണ് ആക്ച്വലി ഏതെന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. സോ ലെറ്റ് us start the class. Planning. Actually, planning is the fundamental functions of management. It is a fundamental functions of management. It is the foundation on which other function. Which are the other function? That is organizing, staffing, directing and controlling activities. So here the planning lays down the objectives and steps necessary to achieve them. So planning is a continuous process. Planning is a continuous process. It is not exclusively the functions of top management. Every manager in the organization performs some planning. അല്ലേ? പ്ലാനിങ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഫങ്ഷൻ, പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ഫങ്ഷനാണ് അല്ലേ? മറ്റ് ഫങ്ഷൻസിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത്, അതായത് ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്ങിൻ്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് പ്ലാനിങ്ങിലാണ്. പ്ലാനിങ് ഉണ്ടെങ്കിൽ മറ്റെല്ലാ ഫങ്ഷൻസും വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതൊരു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഏതെന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. എല്ലാ ലെവൽസിലും എന്തുണ്ട്? എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും എന്തുണ്ട്? ഈ പ്ലാനിങ് ഉണ്ട്. Okay, so what do you mean by planning?
Planning means thinking in advance what is to be done, when it is to be done, how it is to be done, and by whom it should be done. That is planning. എന്താ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, തിങ്കിങ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടിയിട്ട് ചിന്തിക്കുക. എന്ത്? വാട്ട് ഈസ് ടു ബി ഡൺ, എന്തു ചെയ്യണം. വെൻ ഇറ്റ് ഈസ് ടു ബി ഡൺ, എപ്പോൾ ചെയ്യണം. ഹൗ ഇറ്റ് ഷുഡ് ബി ഡൺ, ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ, എങ്ങനെ ചെയ്യണം. ബൈ ഹൂം ഇറ്റ് ഷുഡ് ബി ഡൺ, ആര് ചെയ്യണം, എന്തു ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആര് ചെയ്യണം എന്നുള്ള കാര്യം എന്നുള്ളത് മുൻകൂട്ടിയിട്ട് തീരുമാനിക്കുന്നതാണ് ആക്ച്വലി എന്ത്? പ്ലാനിങ് എന്ന് പറയുന്നത്. Okay, so planning actually bridges the gap between where we are and where we are standing today and where we want to reach. See, listen. Here, where we are and where we want to go. We want to go. So here, this is the position. Planning bridging the gap between where we are standing today and where we want to go. ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മൾ എവിടെ എത്തിച്ചേരണം, എവിടെ നിൽക്കുന്നു, എവിടെ എത്തിച്ചേരണം, ഇതിനിടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ? ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് ഉള്ള ഒരു ബ്രിഡ്ജായിട്ട് ആര് പ്രവർത്തിക്കുന്നു? പ്ലാനിങ് പ്രവർത്തിക്കുന്നു അല്ലേ? ഈ നമ്മൾ ഇവിടെ ഒരു പൊസിഷനിൽ നിന്നിട്ട് മറ്റൊരു പൊസിഷനിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? പ്ലാനിങ് പ്രവർത്തിക്കുന്നത്. സോ പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ദി ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് ആക്ച്വലി എന്ത്? പ്ലാനിങ് എന്ന് പറയുന്നത്. സോ പ്ലാനിങ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ അല്ലേ? പ്രസന്റും ഫ്യൂച്ചറും അതിനിടയ്ക്കുള്ള ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ട് ആര് പ്രവർത്തിക്കുന്നു? പ്ലാനിങ് പ്രവർത്തിക്കുന്നു. ഓക്കെ, എന്താന്ന് മനസ്സിലായോ? ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ വാട്ട് യു മീൻ ബൈ പ്ലാനിങ്. നമ്മളുടെ ജീവിതത്തിലൊക്കെ നമ്മൾക്ക് എന്ത് വേണം? വ്യക്തമായിട്ടൊരു പ്ലാന് വേണം അല്ലേ? എന്നാലേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സക്സസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ഡെഫിനിഷൻ ഓഫ് പ്ലാനിങ്. സോ അക്കോർഡിംഗ് ടു Philip Kotler, define planning is deciding in the present what to do in the future. എന്താ പ്ലാനിങ് എന്ന് പറയുന്നത്? ഫിലിപ്പ് കോട്ട്ലർ പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത് ഡിസൈഡിങ് ഇൻ ദി പ്രസന്റ് വാട്ട് ടു ഡു ഇൻ ദി ഫ്യൂച്ചർ. പ്രസന്റിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡിസൈഡ് ചെയ്യുക ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം, നമ്മൾ ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? തീരുമാനിക്കുക. അതാണ് ആക്ച്വലി എന്ത്? പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾക്കൊക്കെ പ്ലാൻ ഉണ്ടല്ലോ. നമ്മൾ +2 കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എവിടെ ചെയ്യണം, അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് പ്ലാനുകളുണ്ട്. അത് നമ്മൾ +2 കഴിഞ്ഞിട്ട് ചിന്തിക്കാൻ പാടില്ല. +2ൻ്റെ മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? +2ന് ചേരുന്നതിന് മുൻപേ നമ്മൾ തീരുമാനിക്കണം നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്. എന്നിട്ട് നമുക്ക് അതിലേക്ക് പോകാനുള്ള വഴികൾ നമ്മൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകണം അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് പ്ലാനിങ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഇറ്റ്? ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. സോ the first point, planning focus on achieving objectives. Planning focus on achieving objectives. We know that each and every organization have their own objectives. ഏത് സ്ഥാപനം എടുത്താലും അവർക്ക് എന്തുണ്ടായിരിക്കും? ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, അവർക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ലക്ഷ്യങ്ങൾ അറ്റൈൻ ചെയ്യണമെങ്കിൽ വ്യക്തമായിട്ട് എന്തുണ്ടായിരിക്കണം? അവർക്ക് പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരിക്കണം. സോ പ്ലാനിങ് സീക്സ് ടു അച്ചീവ് സർട്ടൈൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഓൾ പ്ലാൻസ് ആർ ലിങ്ക്ഡ് വിത്ത്
the goals of the organizations. അപ്പോൾ എന്താ പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മളെ എന്തിനു സഹായിക്കുന്നു, ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ഗോൾസ് അറ്റൈൻ ചെയ്യാനായിട്ട് എല്ലാ പ്ലാനും അതിലേക്ക് ആയിരിക്കണം, ഫോക്കസ്ഡ് ആയിരിക്കണം എന്നാണ്. സോ പ്ലാനിങ് സ്റ്റാർട്ട്സ് with the determination of objectives. That is the first one. And then second one, planning is a primary functions of management. Planning is a primary functions of management. See, planning is the first function to be performed by the every manager. അല്ലേ, പ്ലാനിങ് ആണ് എല്ലാ മാനേജർമാരും ചെയ്യേണ്ട ആദ്യത്തെ ഫംഗ്ഷനാണ് എന്ത്, പ്ലാനിങ് എന്ന് പറയുന്നത്. സോ നോ അതർ ഫംഗ്ഷൻ ക്യാൻ ബി എക്സിക്യൂട്ടഡ് ബൈ ദി മാനേജർ വിത്തൗട്ട് പെർഫോമിംഗ് പ്ലാനിങ് ഫംഗ്ഷൻ. അല്ലേ, പ്ലാനിങ് ഫംഗ്ഷൻ പെർഫോം ചെയ്യാതെ വേറെ ഒരു ഫംഗ്ഷനും എന്ത് ചെയ്യാൻ വഴിയില്ല, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഓർഗനൈസിങ്ങോ സ്റ്റാഫിങ്ങോ കൺട്രോളിങ്ങോ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യം എന്ത് വേണം, പ്ലാനിങ് വേണം. Because objectives are set up in planning and other functions depend on the objectives of the company. Okay, that is the first. Second one, planning is a primary functions of management. Okay, and then third one, planning is a pervasive function. That means planning is required at all levels of management. മാനേജ്മെന്റിന്റെ എല്ലാ ലെവലിലും ആരാവശ്യമാണ്, പ്ലാനിങ് ആവശ്യമാണ്. സോ ഹൗവർ ദ സ്കോപ്പ് ഓഫ് പ്ലാനിങ് ഡിഫറെന്റ് ഫ്രം വൺ ലെവൽ ടു അനദർ. അത് വ്യത്യസ്ത, ഒരു ലെവലിൽ നോക്കുമ്പോൾ മറ്റൊരു ലെവലിൽ അതേ രീതിയിലായിരിക്കില്ല. ഓരോന്നിലും ഓരോ ലെവലിലും ഓരോ രീതിയിലായിരിക്കും എന്നാണ് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ, ടോപ്പ് മാനേജ്മെന്റ് അണ്ടർടേക്ക് പ്ലാനിങ് ഫോർ ദി ഓർഗനൈസേഷൻ ആസ് എ ഹോൾ. ടോപ്പ് മാനേജ്മെന്റ് ആണ് ഒരു ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഡസ് ദ ഡിപ്പാർട്ട്മെന്റ് പ്ലാനിങ്. മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ത് ചെയ്യും, അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്ലാനിങ് നടത്തും. ആൻഡ് അറ്റ് ദ ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ത് ചെയ്യും, ലോവർ ലെവൽ മാനേജ്മെന്റ് ഡേ ടു ഡേ ഓപ്പറേഷണൽ പ്ലാനിങ് ഡൺ ബൈ ദി സൂപ്പർവൈസേഴ്സ്. അപ്പോൾ ലോവർ ലെവലിലെ സൂപ്പർവൈസേഴ്സ് ആണ് ആ ഓർഗനൈസേഷന്റെ ഡേ ടു ഡേ പ്ലാനിങ് ആര് ചെയ്യുന്നത്, ലോവർ ലെവൽ മാനേജ്മെന്റിൽ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് പ്ലാനിങ് ഈസ് എ പെർവസീവ് ഫംഗ്ഷൻ, എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്നു. And then fourth one, planning is continuous process. It is a continuous process. Planning is never ending or continuous process na paraya. So plans are present for specific period of time. Specific period of time may be for 1 month, for 1 year or quarter. So at the end of the period there is need for the new plan to be drawn on the basis of new requirements and then future conditions. അതായത് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, അല്ലേ? അത് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ്സിന് വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു എന്ന് കരുതുക. ആ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് ആ പ്ലാൻ അവസാനിക്കുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു, അടുത്ത ഒരു ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഫോക്കസ് ആവും. ആ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സോ ദാറ്റ് ഈസ് വൈ പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, planning is a futuristic. That means planning is a forward looking. എപ്പോഴും പ്ലാനിങ് എന്ന് പറയുന്നത് ഇന്ന് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചല്ല ചെയ്യുന്നത്, അല്ലേ? ഫോർവേഡ് തിങ്കിങ് ആണ്, കുറച്ച് മുൻകൂട്ടി ചിന്തിക്കുകയാണ്, അല്ലേ? നാളെ എന്ത് ചെയ്യണം, മറ്റന്നാൾ എന്ത് ചെയ്യണം, വരും കാലങ്ങളിൽ എന്ത് ചെയ്യണം എന്ന് ഇപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ചിന്തിക്കുന്നതാണ്. നമ്മളെ പോലെയല്ല, അല്ലേ? നമ്മളെന്താ ചെയ്യുന്നത്, ഇപ്പം എന്ത് ചെയ്യണം എന്ന് നമ്മൾ ഇപ്പോഴേ ചിന്തിക്കുകയുള്ളൂ, അല്ലേ? അങ്ങനെയല്ല പ്ലാനിങ് എന്ന് പറയുന്നത്. സോ പ്ലാനിങ് ഈസ് എ ഫ്യൂച്ചറിസ്റ്റിക് ഫങ്ഷൻ. സോ അത് എപ്പോഴും ഫോർവേഡ് തിങ്കിങ് ആണ്, മനസ്സിലായോ? സോ പ്ലാനിങ് ഈസ് നെവർ ഡൺ ഫോർ ദി പാസ്റ്റ്. കഴിഞ്ഞു പോയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. സോ പ്ലാനിങ് ഈസ് തിങ്കിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, അല്ലേ? തിങ്കിങ് ബിഫോർ ഡൂയിങ് എന്നാ പറയാ, അല്ലേ? അതിനെ പ്ലാനിങ് പറയുന്നത് ശരിക്കും എന്താ, തിങ്കിങ് ബിഫോർ ഡൂയിങ്, ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യുന്നു, ചിന്തിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പ്ലാനിങ് ഈസ് തിങ്കിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, വെൻ ഇറ്റ് ഈസ് ടു ബി ഡൺ, where it is to be done and whom is to be done. So in other words, planning related to
ഫ്യൂച്ചർ. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചറാണ്. ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ മുൻകൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ചിന്തിക്കുന്നതാണ്. സോ ദാറ്റ് ഈസ് പ്ലാനിങ്. സോ പ്ലാനിങ് ഇസ് ദാറ്റ് ഈസ് വൈ ദ പ്ലാനിങ് ഇസ് എ ഫ്യൂച്ചറിസ്റ്റിക് ഫംഗ്ഷൻ ഓർ ഇറ്റ് ഈസ് എ forward thinking. Planning is futurist or forward thinking. Okay, and the next one, planning is a mental exercise. Planning is mental exercise. So planning is a mental exercise involving creative thinking. അല്ലേ, ഇത് ഈ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ക്രിയേറ്റീവ് തിങ്കിങ് ആണ് അല്ലേ, നമ്മൾ കുറച്ചുകൂടെ ക്രിയാത്മകമായിട്ട് ചിന്തിക്കുന്നതാണ് പറയുന്നത്. സോ ആൻഡ് ഇമാജിനേഷൻ അല്ലേ, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, നമ്മളുടെ ഒരു തിങ്കിങ് ലെവൽ കൂടെ എന്ത് ചെയ്യുന്നു, ചേഞ്ചസ് വരുന്നു. ഒന്നും നമ്മൾ ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല, എങ്ങനെയോ പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പോകും അല്ലേ. അപ്പം നമ്മൾ ഇത് ചെയ്യണം അത് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, നമുക്ക് വ്യക്തമായിട്ടൊരു കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ലെവൽ ഓഫ് തിങ്കിങ്ങും എന്താവും, ചേഞ്ച് ആവും. ഇമാജിനേഷൻ ലെവൽ നമുക്ക് ചേഞ്ച് ആകും. അപ്പോൾ പ്ലാനിങ് അതിന് സഹായിക്കുന്നു. സോ പ്ലാനിങ് ഈസ് നോട്ട് ഗസ് വർക്ക് ബട്ട് ഇൻവോൾവ് ലോജിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക് തിങ്ക്. ഇതൊരു ചുമ്മാ ഒരു നേരമ്പോക്കായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ പ്ലാനിങ് എന്ന് പറയുന്നത് എപ്പോഴും ലോജിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക് തിങ്കിങ് ആയിരിക്കുന്നതാണ് പറയുന്നത്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. ദ ഫസ്റ്റ് വൺ, പ്ലാനിങ് ഫോക്കസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. Second one, planning is a primary functions of management. Third one, planning is a pervasive function. Fourth one, planning is continuous process. Fifth one, planning is a futurist. And sixth one, planning is a mental exercise. Okay, ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി വളരും, ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ബുദ്ധി തളരും അല്ലേ, അത്രയല്ലല്ലോ നമ്മളത് പറഞ്ഞു കേട്ടിട്ടില്ലേ, അതാണ്. And then next one, advantages of planning or importance of planning. So the first one, planning provides direction. Planning provides directions. Planning directions provide ചെയ്യുന്നു. So planning is concerned with predetermined course of action. By stating in advance how work is to be done, planning provide direction for action. അല്ലേ, ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് ഏതിലൂടെ കിട്ടുന്നു, പ്ലാനിങ്ങിലൂടെ ചെയ്യുന്നു. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പ്രോപ്പറായിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ. അതല്ല നമ്മുടെ കയ്യിൽ പ്ലാനൊന്നും ഇല്ലാതെ ചുമ്മാ ഒരു കാര്യം ചെയ്യാൻ പോയാലോ നമുക്കത് ആ പ്രവൃത്തി നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുമോ, പറ്റില്ല. So due to the planning, employees know in advance which direction they have to work. പ്ലാനിങ്ങിൻ്റെ സഹായത്തോടു കൂടിയിട്ട് എംപ്ലോയീസിന് എന്തറിയാൻ പറ്റും, ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ളത് ആർക്കറിയാൻ പറ്റും, എംപ്ലോയീസിന് അറിയാൻ പറ്റും. അപ്പോൾ പ്ലാനിങ് ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇന്നത് കഴിഞ്ഞാൽ ഇന്നത് ചെയ്യണം, ഇത് കഴിഞ്ഞാൽ ഇത് ചെയ്യണം, ഇങ്ങനെ വ്യക്തമായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാം. അതുകൊണ്ടാണ് പറയുന്നത് പ്ലാനിങ് പ്രൊവൈഡ് പ്രോപ്പർ ഡയറക്ഷൻ. ആൻഡ് ദെൻ സെക്കൻഡ് വൺ, planning reduce the risk of uncertainty. Planning reduce the risk of uncertainty. So we know that business organization have to face many uncertainties, isn't it? So and unexpected situations every day. എല്ലാ ദിവസവും ബിസിനസ് എല്ലാ ദിവസങ്ങളിലും അൺസർട്ടനിറ്റീസും അതുപോലെ തന്നെ ആര് ഫേസ് ചെയ്യണമെന്നാണ് പറയുന്നത്, അൺഎക്സ്പെക്റ്റഡ് ഈവൻസും അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസും ആര് ഫേസ് ചെയ്യണം, ഒരു ബിസിനസ് ഫേം ഫേസ് ചെയ്യും. സോ പ്ലാനിങ് എന്ത് ചെയ്യും, എനേബിൾസ് ദീസ് Planning enables this enterprise to predict future events and prepare to face unexpected events. അപ്പോൾ പ്ലാനിങ് എന്ത് സഹായിക്കും, എങ്ങനെ സഹായിക്കുന്നു, ഫ്യൂച്ചർ ഇവൻറ്റ്സ് എന്താകും എന്നുള്ളത് മുൻകൂട്ടി തന്നെ കാണും, അതിനനുസരിച്ച് പ്രോപ്പറായ രീതിയിൽ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ദസ് പ്ലാനിങ് ഹെൽപ്സ് ദ റെഡ്യൂസ് ഇൻ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. ഓക്കെ, ആൻഡ് തേർഡ് വൺ, പ്ലാനിങ് റെഡ്യൂസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. Planning reduce overlapping and wasteful activities. So planning serve as the basis of coordinating the activities and effort of different divisions, department and individuals. Planning എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ വേരിയസ്
ഇൻഡിവിജ്വൽസ്, വ്യത്യസ്ത ഡിവിഷൻസ്, ഇതിനെ തമ്മിൽ, ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളെ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ പ്ലാനിങ്ങിലാണെന്ന് പറയുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ, അങ്ങനെ ചെയ്യുമ്പോൾ ഇറ്റ് ഹെൽപ്സ് ഇൻ അവോയ്ഡിങ് കൺഫ്യൂഷൻ ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നു. സോ സിൻസ് പ്ലാനിങ് എൻഷുവർ ക്ലാരിറ്റി ഇൻ തോട്ട് ആൻഡ് ആക്ഷൻ, വർക്ക് ഈസ് ക്യാരിഡ് ഓൺ സ്മൂത്ത്ലി വിത്തൗട്ട് ഇൻട്രപ്ഷൻസ്. ഒരു തടസ്സവും കൂടാതെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടത്താൻ ഏതിലൂടെ പറ്റും? പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ പറ്റും. സോ ദാറ്റ് ഈസ് പ്ലാനിങ് റെഡ്യൂസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. ഓക്കെ, ആൻഡ് ദെൻ ഫോർത്ത് വൺ, പ്ലാനിങ് പ്രൊമോട്ട് ഇന്നോവേറ്റീവ് ഐഡിയാസ്. Planning promote what? Innovative ideas. So planning require high thinking and it is an intellectual process. പ്ലാനിങ് എന്ന് പറയുന്നത് എങ്ങനെ ഹൈ തിങ്കിങ് ആണ്, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോസസ് ആണ്. സോ there is a great scope of finding better ideas, better method and procedure to perform a particular job. Okay, that is planning promote innovative ideas. And then the fifth one, planning facilitate what? Decision making. So planning involve setting target and predicting the future condition. This helps in taking rational decisions. Okay, that is the fifth point. Then sixth one, planning establish a standard for controlling. That is the sixth point. That is, through planning, management decide the standard of performance. പ്ലാനിങ്ങിലൂടെ മാനേജ്മെന്റ് എന്ത് ചെയ്യും? ഒരു വർക്കിൻ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ ജോലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സ്റ്റാൻഡേർഡ്, കമ്പാരിസൺ ക്യാൻ ബി മെയ്ഡ് വിത്ത് ദി ആക്ച്വൽ. എന്നിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഒരു ആക്ച്വൽ ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസും തമ്മിൽ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. സോ ഇഫ് ദർ ഈസ് എനി ഡിഫറൻസ് ഉണ്ടെങ്കിൽ പ്രോപ്പർ സ്റ്റെപ്സ് ക്യാൻ ബി ടേക്കൺ ടു കറക്റ്റ്, അല്ലേ? അതിനകത്ത് എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് എന്താണ് ഡിഫറൻസ് വരാനുള്ള റീസൺ കണ്ടെത്താനുള്ള പ്രോപ്പർ ആയിട്ടുള്ള നടപടികൾ എടുക്കും. Therefore we can say that planning is pre-requisite for controlling എന്നാണ് പറയുന്നത്. Okay, so that is planning establish standard for controlling. And then seventh one, planning improve efficiency. Planning improve what? Efficiency. So planning result in systematic and smooth functioning of a company, because planning is concerned with the predetermined course of action. All the systematic working leads to economic and efficient operation. എന്നുവെച്ചാൽ പ്ലാനിങ് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. പ്ലാനിങ്ങിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? സിസ്റ്റമാറ്റിക് ആയിട്ടും സ്മൂത്ത് ആയിട്ടും ഒരു കമ്പനിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം പ്ലാനിങ് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രീ ഡിറ്റർമിൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ, അല്ലേ? പ്ലാനിങ് എപ്പോഴും ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുന്നതാണ്. സോ അങ്ങനെ ചെയ്യുമ്പോൾ ഓൾ ദ സിസ്റ്റമാറ്റിക് വർക്കിംഗ്, അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇറ്റ് ലീഡ്സ് ടു എക്കോണമിക് ആൻഡ് എഫിഷ്യൻറ്റ് ഓപ്പറേഷൻസ്. അത് എക്കണോമിക് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് പ്ലാനിങ്. ഫസ്റ്റ് വൺ, പ്ലാനിങ് പ്രൊവൈഡ് ഡയറക്ഷൻ. സെക്കൻഡ് വൺ, പ്ലാനിങ് റെഡ്യൂസ് റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. തേർഡ് വൺ, പ്ലാനിങ് റെഡ്യൂസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റി. പ്ലാനിങ് പ്രൊമോട്ട് ഇന്നോവേറ്റീവ് ഐഡിയാസ്. Planning facilitate decision making. Planning establish standard for controlling, and planning improve efficiency. Okay, I think all are clear the advantages or importance of planning. Okay, next one, limitations of planning. Advantages ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തും ഉണ്ടാവും? ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും, അല്ലേ? So the first one, planning leads to rigidity. പ്ലാനിങ് ലീഡ്സ് ടു റിജിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൺസ് എ വെൽ ഡിഫൈൻഡ് പ്ലാൻ ഈസ് ഡ്രോൺ, മാനേജേഴ്സ് മേ നോട്ട് ബി ഏബിൾ ടു ചേഞ്ച് ഇറ്റ്. ഒരിക്കൽ നമ്മളൊരു നല്ലൊരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ മാനേജേഴ്സിന് അത് പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല? ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ദ ബിസിനസ് എൻവയോൺമെൻറ്റ് ചേഞ്ച് റാപ്പിഡ്ലി.
but managers is committed to execute the predetermined plan. എൻവയോൺമെൻറ്റ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ. പക്ഷെ മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രീ ഡിറ്റർമിൻഡ് പ്ലാൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇറ്റ് മേ നോട്ട് ബ്രിങ് പോസിറ്റീവ് റിസൾട്ട് ടു ദി ബിസിനസ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചേഞ്ചിങ് എൻവയോൺമെൻറ്റിനനുസരിച്ച് പ്ലാൻ മാറ്റാണ്ടിരുന്നു കഴിഞ്ഞാൽ ബിസിനസ്സിൽ അത് പോസിറ്റീവ് റിസൾട്ട് കിട്ടില്ല. അത് റിജിഡ് ആയിരിക്കുന്നതാണ്, ഫ്ലെക്സിബിൾ അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഒരിക്കൽ നമ്മളൊരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെയായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അതൊരു ഡ്രോബാക്കാണ്, ദ ഫസ്റ്റ് വൺ. ആൻഡ് ദെൻ സെക്കൻഡ് വൺ, പ്ലാനിങ് മേ നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. ഡൈനാമിക് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. ചേഞ്ചിങ് എൻവയോൺമെൻറ്റിൽ പ്ലാനിങ് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. സോ പ്ലാനിങ് മേ നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. അണ്ടർ ദി കണ്ടീഷൻ ഓഫ് റാപ്പിഡ് ചേഞ്ചസ് ദ പ്ലാൻസ് ബിക്കം ഔട്ട്ഡേറ്റഡ് ആൻഡ് ഇറലവൻറ്റ് ഈവൻ ബിഫോർ ദേ ആർ ഇംപ്ലിമെൻറ്റഡ് അല്ലേ, before they are implemented. So since planning cannot be foreseen everything and there may be obstacles to effective planning എന്നത്. അതായത് ചേഞ്ചിങ് എൻവയോൺമെൻറ്റിനനുസരിച്ച് പ്ലാൻ നമ്മൾ മാറ്റാതിരുന്നു കഴിഞ്ഞാൽ ചേഞ്ചിങ് എൻവയോൺമെൻറ്റിൻ്റെ വരുമ്പോൾ ഈ പ്ലാനിങ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതിനർത്ഥം എൻവയോൺമെൻറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മൾ പ്ലാനും എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. അങ്ങനെ ചേഞ്ച് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതൊരു ഡ്രോബാക്ക് ആയിട്ടാണ് പറയുന്നത്. സോ പ്ലാനിങ് മേ നോട്ട് വർക്കിംഗ് ഡൈനാമിക് എൻവയോൺമെൻറ്റ്. ഓക്കെ. ആൻഡ് ദെൻ തേർഡ് വൺ, പ്ലാനിങ് റെഡ്യൂസ് ക്രിയേറ്റിവിറ്റി എന്നാണ് പറയുന്നത്. ഇത് ഇവിടെ പറയുന്നു ക്രിയേറ്റിവിറ്റി റെഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാനിങ് ഇംപ്രൂവ് ദ ക്രിയേറ്റീവ് ലെവൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞു, അഡ്വാൻറ്റേജസ് പറഞ്ഞു. പക്ഷേ ഡിസഡ്വാൻറ്റേജസിൽ പറയുന്നുണ്ട് ക്രിയേറ്റിവിറ്റി റെഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. കാരണം പ്ലാനിങ് ഈസ് an activity which is done by the top management അല്ലേ. ടോപ്പ് മാനേജ്മെൻ്റ് ആണ് ആക്ച്വലി ഈ പ്ലാൻ ചെയ്യുന്നത്. സോ യൂഷ്വലി റെസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ആർ ബ്ലൈൻഡ് ഫോളോവേഴ്സ്. ഈ ടോപ്പ് മാനേജ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആര് ഫോളോ ചെയ്യണം, ബാക്കിയുള്ള വർക്ക് മെമ്പേഴ്സ് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് thus the much of innovative and creative inherent in them gets lost or reduced. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ടോപ്പ് മാനേജ്മെൻറ്റ് തീരുമാനങ്ങൾ എടുക്കും, ടോപ്പ് മാനേജ്മെൻറ്റ് ഉള്ളവരുടെ ക്രിയേറ്റീവ് ലെവല് കൂടും, ബാക്കിയുള്ള മെമ്പേഴ്സിൻ്റെ ക്രിയേറ്റീവ് ലെവല് കൂടുന്നില്ല. അതാണ് ഈ പ്ലാനിങ്ങിൻ്റെ വേറൊരു ഡ്രോബാക്ക്. പ്ലാനിങ് റെഡ്യൂസ് ക്രിയേറ്റിവിറ്റി. ഇവിടെ പറയുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ക്രിയേറ്റീവ് ലെവൽ എന്തായാലും കൂടും, അവർ ചിന്തിക്കുമ്പോൾ അതിന് കൂടും. പക്ഷേ ഈ മറ്റുള്ളവർക്കും കൂടെ അവസരം കൊടുത്താലേ അവരുടെ ക്രിയേറ്റീവ് ലെവൽ കൂടുള്ളൂ. പക്ഷേ ഈ പ്ലാനിങ് ഇവിടെ പ്രോപ്പർ പ്ലാനിങ് ചെയ്യുന്ന ആരായിരിക്കും, ടോപ്പ് മാനേജ്മെൻ്റ് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള മെമ്പേഴ്സിൻ്റെ ക്രിയേറ്റിവിറ്റി എന്ത് ചെയ്യുന്നില്ല, കൂടുന്നില്ല. അതൊരു ഡ്രോബാക്ക് ആയിട്ടാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് നെക്സ്റ്റ് വൺ, പ്ലാനിങ് ഇൻവോൾവ് ഹ്യൂജ് കോസ്റ്റ് എന്നാണ് പറഞ്ഞത്. പ്ലാനിങ് ഇൻവോൾവ് ഹ്യൂജ് കോസ്റ്റ്. ദാറ്റ് മീൻസ് പ്ലാനിങ് ഈസ് എൻ എക്സ്പെൻസീവ് പ്രോസസ്. Collection, analysis and evaluation of different information, facts and alternatives involve a lot of expenses. Sometimes cost incurred may not justify the benefit derived from the plans. See, planning involves huge cost. Planning ചിലവേറിയ ഒരു പ്രോസസ്സാണെന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് എൻ എക്സ്പെൻസീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. കാരണം കളക്ഷൻ, അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഇൻഫർമേഷൻസ്, അനലൈസ്, ഫാക്ട്സ്, ഓൾട്ടർനേറ്റീവ്സ് ഇൻവോൾവ് ലോട്ട് ഓഫ്, ഇതിനൊക്കെ ഒരുപാട് എക്സ്പെൻസീവ് ആവും. സോ സംടൈം കോസ്റ്റ് ഇൻകേർഡ് മേ നോട്ട് ബി ജസ്റ്റിഫൈ ദ ബെനിഫിറ്റ്. ചിലപ്പോൾ വരുന്ന ചിലവിനനുസരിച്ച് അതിൽ നിന്ന് നമുക്കൊരു പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടാവില്ല എന്നുള്ള ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നു. ആൻഡ് ദെൻ planning is a time consuming process na paraya. Next one, planning is a time consuming process. So planning process is a time consuming process because endondana it take long time to evaluate the alternative and select the best one. അല്ലേ, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ലത് ചൂസ് ചെയ്യണമെങ്കിൽ കുറേ സമയം എടുത്തിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് പ്ലാനിങ് ഇസ് എ ടൈം കൺസ്യൂമിങ് എന്ന് പറയുന്നത്. സോ ലോട്ട് ഓഫ് ടൈം ഈസ് നീഡഡ് ഫോർ ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രെമിസസ്. So whenever there is needed for
prompt and immediate decision, then we have to avoid plan. പെട്ടെന്ന് നമുക്ക് തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല, പ്ലാൻ ചെയ്ത് നിൽക്കാൻ കാര്യമില്ല. ഉടനെ സഡൻ ആയിട്ട് എടുക്കേണ്ട തീരുമാനങ്ങളാണെങ്കിൽ സഡൻ ആയിട്ട് തന്നെ എടുക്കണം. സോ ദാറ്റ് ഈസ് അനദർ വൺ. പ്ലാനിങ് ഇസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. പ്ലാനിങ് പറയാം, എന്താ അതിൽ പറയുന്നത്? സോ ദ സക്സസ് ഓഫ് എൻ എന്റർപ്രൈസസ് ഈസ് പോസിബിൾ ഓൺലി വെൻ പ്ലാൻസ് ആർ പ്രോപ്പർലി ഡ്രോൺ അപ്പ് ആൻഡ് ഇംപ്ലിമെന്റഡ്. So managers have tendency to rely in previously tried and tested successfully plans. But it is not always true that a plan which has worked before will work effectively again. അല്ലേ, നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല പ്ലാനിങ് എപ്പോഴും പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കണം എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അത് സക്സസ് ആവണമെന്നൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. സോ ദ സക്സസ് ഓഫ് എൻ എന്റർപ്രൈസസ് ഈസ് പോസിബിളി ഓൺലി വെൻ പ്ലാൻസ് ആർ പ്രോപ്പർലി ഡ്രോൺ അപ്പ് ആൻഡ് ഇംപ്ലിമെന്റഡ്. സക്സസ് ആവണമെങ്കിൽ, ഓർഗനൈസേഷൻ സക്സസ് ആവണമെങ്കിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതേപോലെ നടപ്പിലാക്കിയാൽ, അതേപോലെ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ മാനേജേഴ്സ് ഹാവ് ദ ടെൻഡൻസി ടു റിലേ പ്രീവിയസ്ലി ട്രൈഡ്, പലതവണ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം, ടെസ്റ്റഡ് സക്സസ്ഫുള്ളി പ്ലാൻസ്, ഒരു പ്ലാൻ തന്നെ പലതവണ ഉപയോഗിച്ചുകൊണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ട്രൂ. അതെല്ലായ്പ്പോഴും എന്താവണമെന്നില്ല, അത് ഫ്രൂട്ട്ഫുൾ ആവണമെന്നില്ല. സോ ദീസ് ആർ ദ അതുകൊണ്ടാണ് പറയുന്നത് പ്ലാനിങ് ഡസ് നോട്ട് എ ഗ്യാരണ്ടി സക്സസ്. ആക്ച്വലി ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. ദറ്റ് ഈസ് പ്ലാനിങ് ലീഡ്സ് ടു റിജിഡിറ്റി, പ്ലാനിങ് മേ നോട്ട് വർക്ക് ഇൻ എ ഡൈനാമിക് എൻവയോൺമെൻറ്റ്, പ്ലാനിങ് റെഡ്യൂസ് ക്രിയേറ്റിവിറ്റി, പ്ലാനിങ് ഇൻവോൾവ് ഹ്യൂജ് കോസ്റ്റ്, പ്ലാനിങ് ഈസ് ടൈം കൺസ്യൂമിങ് പ്രോസസ്, പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. Okay, I think all are clear. That's all for today. If you have any doubt, please contact me. Okay.